ഹലോ, മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അപ്പം കൊട്ടിയം പോസ്റ്റ് ഓഫീസ് സംഘടിപ്പിച്ച ഒരു സ്നേഹാദരവിലേക്ക്, ഇന്ത്യ പോസ്റ്റിൻ്റെ കൊട്ടിയം ബ്രാഞ്ചിൻ്റെ ഒരു സ്നേഹാദരവിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഷോപ്പിൽ നിന്ന് തന്നെ റെഡി ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് ആ ഒരു അവാർഡ് സ്വീകരിക്കാനായിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ലേഡി എന്നുള്ള നിലയിൽ എന്നെ കൺസിഡർ ചെയ്ത ആദ്യം തന്നെ കൊട്ടിയം പോസ്റ്റ് ഓഫീസിനും അതിൻ്റെ ജീവനക്കാർക്കുമാണ് നമ്മൾ നന്ദി അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററാണ് സാറ്, അജുലാൽ സാറാണ് പ്രോഗ്രാം കോർഡിനേറ്റർ. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനാണെങ്കിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതോ ഒരു സാധാരണക്കാരായ മനുഷ്യർക്കാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, നമ്മുടെ കൊട്ടിയത്തിൻ്റെ തന്നെ കൊല്ലം ജില്ലയുടെ തന്നെ പല സ്ഥലങ്ങളിൽ പല സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുകയും ഓരോ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരുപാട് നല്ല സർവീസസ് സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ് സാറിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് ജീവനക്കാരുണ്ട്. അസിസ്റ്റൻറ്റ് പോസ്റ്റ് മാസ്റ്ററാണ് അവിടെ നിൽക്കുന്ന മേഡം വരുന്നത്. കൂടെ ഉള്ളത് ജീവനക്കാരാണ്. വളരെ നല്ല സൗഹാർദ്ദപരമായ ഒരു കുടുംബാന്തരീക്ഷം പോലെ എല്ലാവരും വർക്ക് ചെയ്യുന്നൊരു പോസ്റ്റ് ഓഫീസാണ്. ഞാൻ സ്ഥിരം എല്ലാ ദിവസവും പോകുന്നൊരു സ്ഥലമാണ്. മാനസികമായിട്ടായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലവുമാണ്. കാരണം നമ്മളവിടെ ചെല്ലുമ്പോഴുള്ള നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റവും കരുതലും അതുപോലെ തന്നെ അറിവില്ലാത്ത കാര്യങ്ങൾ സാധാരണ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള അവിടുത്തെ ജീവനക്കാരുടെയും സാറിൻ്റെയും ഒക്കെ ഒരു കഴിവും അതുപോലെ തന്നെ ആ ഒരു ഇതും എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉദ്ഘാടന പ്രസംഗങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമൂഹികമായിട്ടുള്ള പല മേഖലകൾ, സൊസൈറ്റിയുടെ തന്നെ പല മേഖലകളിൽ വർക്ക് ചെയ്ത് പ്രഗത്ഭരായിട്ടുള്ള വാർഡ് മെമ്പർ, ജില്ലാതലത്തിലുള്ള മെമ്പർമാർ തുടങ്ങിയിട്ടുള്ള ലേഡീസാണ് ഈ ഓരോരുത്തരായിട്ട് നമുക്ക് വേണ്ടി പ്രസംഗം പങ്കുവെക്കുന്നത്. സന്ദേശം എത്തിക്കുകയാണ്. കാര്യം നമ്മൾ ആരുടെ അവകാശമോ ആരുടെയും സന്തോഷമോ അല്ലെങ്കിൽ ആരുടെയും ദുഃഖം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അടുക്കള ഏറ്റെടുക്കാനോ അല്ല, നമ്മളിലുള്ള എംപവർ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സാധാരണ വനിതകൾ രണ്ടുപേര് ഒരു സംരംഭം തുടങ്ങുകയും അത് വിജയിക്കുകയും അതേ സ്വന്തമായി അധ്വാനിക്കുകയും ചെയ്യും. ആ സാമ്പത്തിക ഉണ്ടാക്കുമ്പോൾ ആ സാമ്പത്തികം ഉണ്ടാക്കിയ ആൾക്ക് വിനിയോഗിക്കാൻ തരത്തിലേക്ക് നമ്മൾ മാറണം. അതുണ്ടാക്കി നമ്മുടെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളായാലും ശമ്പളം മേടിക്കുന്ന ATM കാർഡ് ചിലപ്പോൾ നമ്മുടെ മേഡമാണ്, സിൽവി മേഡമാണ് എനിക്ക് എൻ്റെ അവാർഡ് തന്നത്, സ്നേഹാദരവ് തന്നത് മേഡമാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മേഡത്തിനും ഉണ്ടായിരുന്നു സ്നേഹാദരവ്. കൊട്ടിയം തന്നെയാണ് ആ മേഡത്തിൻ്റെ സ്ഥലവും വരുന്നത്, കൊട്ടിയം തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ തുടങ്ങി എല്ലാവരുടെയും വക ഒരുപാട് നല്ല സ്പീച്ചും കാര്യങ്ങളും എന്നെക്കൊണ്ടും ജസ്റ്റ് ഒന്ന് സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് മാസ്റ്ററാണ് അജുലാൽ സാറ്. ഒരുപാട് നല്ല സർവീസസ് അതുപോലെ തന്നെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് നല്ല
ബേസിസ് സെമിനാർസൊക്കെ ഇതിനെ കുറിച്ച് ചെയ്ത് തന്നെ കണ്ടക്ട് ചെയ്യുന്ന വളരെ എന്താ പറയുക ആക്റ്റീവായിട്ടുള്ള സാറാണ്. എല്ലാവർക്കും നമസ്കാരം. കാരണം കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നത് എന്നൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും കുട്ടികൾ പോസ്റ്റ് ഓഫീസിൽ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയ കാര്യം 2-3 മാസമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സ്വന്തം സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ജനങ്ങളും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളെല്ലാം തന്നെ ജനങ്ങളുടെ എത്തിക്കാൻ വേണ്ടി ഓരോരുത്തർ പ്രവർത്തിക്കുമെന്നും ശരിയാണ്. നന്ദി, നമസ്കാരം. ഏതായാലും പരിപാടി ജയിച്ചതിന് നന്ദി. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് പോവുകയാണ്. എന്തായാലും ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലൊരു അവസരം തന്ന കുട്ടിയും പോസ്റ്റ് ഓഫീസിനും ജീവനക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.